الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه. بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ദുആയുണ്ട്. ഈ ദുആ നമുക്കറിയാം, നമ്മൾ ഇപ്പൊ നിലവിലുള്ളത് വിശുദ്ധമായ റജബ് മാസത്തിലാണ്. റജബിന്റെ ആദ്യ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത്. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസം. മഗ്രിബിന് ശേഷം വെള്ളിയാഴ്ചയുടെ രാവ് തുടങ്ങി വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് കടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാസങ്ങളിലെ ഏറ്റവും പവിത്രമായ ഒരു മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടാനുള്ളവരാണ്. നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, ആവേശത്തോടെ ദൈനംദിനം നമ്മൾ നെട്ടോട്ടമോടുന്നവരാണ്. എന്നാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു മാസവും ഒരു നേരവുമാണ് വിശുദ്ധമായ റജബ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഓരോ രാവുകളും പവിത്രതയുള്ളതാണ്. ഓരോ രാത്രികളിലും നിങ്ങളുടെ ദുആയ്ക്ക് ഇജാബത്തുള്ള രാത്രികളാണ് വിശുദ്ധമായ റജബിന്റെ രാത്രി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഏറ്റവും പവിത്രമായ ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ. റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച നിങ്ങൾ ദുആ ചെയ്തോ, അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് വേണമെങ്കിലും അത് സഫലീകരിച്ചു തരും. നിങ്ങളുടെ ദാരിദ്ര്യം മാറും, നിങ്ങളുടേതായ കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറും. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച ദിവസം, റജബിൻ്റെതായ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിങ്ങളുടെ ദാരിദ്ര്യത്തെ മാറ്റുകയാണ്, തുടച്ചു മാറ്റുകയാണ്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈമാനിന് വർധനമുണ്ടാകുന്നതാണ്. സാമ്പത്തികമാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. കാരണം എന്തെന്നറിയോ? വിശുദ്ധമായ റജബ് എന്ന് പറയുന്നത്, റജബിന്റെ ഓരോ അക്ഷരങ്ങളും എടുത്തുകൊണ്ട് നമ്മളൊന്ന് പരിശോധിക്കുമ്പോ റജബിന്റെ റ എന്ന് പറഞ്ഞാൽ റഹ്മത്താണ്, ജീം എന്ന് പറഞ്ഞാൽ ജൂദാണ്, ധർമ്മമാണ്. അതേപോലെ ബ എന്ന് പറഞ്ഞാൽ ബറക്കത്താണ്. അള്ളാഹുവിന്റെ റഹ്മത്തുകളും ബറക്കത്തുകളും ഒരുമിച്ച് കൂടിയതായ മാസമുണ്ടോ അത് വിശുദ്ധമായ റജബാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റജബ് റഹ്മത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹം. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റഹ്മത്ത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് അബ്ദുള്ള എന്നവരിൽ നിന്ന് ആമിന ബീവിയുടേതായ ഗർഭപാത്രത്തിലേക്ക് അവിടുത്തതായ നുത്ഫത്തുൻ ത്വയ്യിബ, നുത്ഫത്തുൻ മുബാറക, അവിടുത്തെ ബീജഗണം മഹദിയാകുന്ന ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നു വന്നത് റജബിൻ്റെതായ രാവിലാണ് എന്ന് ഹദീസിൻ്റെതായ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. അവിടെ റഹ്മത്ത് ചൊരിഞ്ഞു. ആ റഹ്മത്താണ് ലോകത്ത് മുഴുവനും റഹ്മത്തായി വിശാലമായി
ഈ റഹ്മത്ത് ഇങ്ങനെ പടർന്നു പന്തലിച്ചത്. അതുകൊണ്ട് വിശുദ്ധമായ റജബ് എന്ന് പറയുന്നത് മറ്റുള്ള മാസങ്ങളെ പോലെയല്ല. റമദാൻ മാസമുണ്ടല്ലോ, ശഅബാൻ മാസമുണ്ടല്ലോ, റജബ് പോലുള്ള മാസമല്ല. കാരണം എന്തെന്നറിയോ? റജബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനമായി ജീവിക്കുന്ന സമയമാണ്. എല്ലാവരും ബഹുമാനിച്ചിരുന്നു. മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാവരും ബഹുമാനിച്ചിരുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ബഹുമാനിച്ചിരുന്ന മാസമാണ് റജബ്. റമദാനിന് അങ്ങനെ ഒരു ബഹുമാനം കിട്ടിയിട്ടില്ല. റമദാനിനെ അങ്ങനെ ആരും ബഹുമാനിച്ചിട്ടില്ല. പക്ഷേ റജബ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാക്കയെ ഒരു കല്ലെടുത്തെറിയാൻ പോലും മടിച്ചിരുന്നു. ആരെയും ആക്രമിക്കില്ലായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ജനങ്ങളെ കടന്നു വന്നുകൊണ്ട് ഇൽമു പഠിക്കുന്നത് റജബില. കാരണം എന്താ? അന്ന് ശത്രുക്കൾ ആരും ഉപദ്രവിക്കില്ല, ഒരാളും തൊടില്ല, ഒരു രോമത്തിൽ തൊടില്ല. അവര് വളരെ ധൃതിയോട് അള്ളാന്റെ റസൂലിനോട് പറയുമായിരുന്നു, നബിയേ, ഞങ്ങൾക്ക് ഇനി സമയമില്ല, റജബ് തീരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. കാരണം റജബ് മാസത്തിൽ ഒരാളും ആക്രമിക്കില്ല, അത്രത്തോളം പവിത്രമായ മാസമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹാബത്തിനോട് പറയുകയാ, നിങ്ങളുടെ എന്തൊരാവശ്യങ്ങളുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, ഹാജാത്തുകളുണ്ടോ, മുറാദുകളുണ്ടോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് പറയാൻ പറ്റിയ മാസമാണ് റജബ് എന്ന് പറയുന്നത്. അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് വല്ലാതെ ചൊരിയുന്ന മാസമാണ് റജബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് റജബ് മാസത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിനോട് നല്ലതുപോലെ ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ വേണ്ടതൊക്കെ നേടിയെടുത്തോ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, പെങ്ങന്മാര്, നീയന്മാര്, എടാ ചെറുപ്പക്കാരാ, നിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഇപ്പോ നേടിയെടുത്തോ. അല്ലാഹുവേ, ഈ മാസം നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയം നിങ്ങൾ ചെലവഴിക്കാതെ പോയാൽ, ഈ സമയം നിങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും വലിയ നഷ്ടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന മാസമാണ്. അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആ എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാഹു നിങ്ങളുടെ ദുആ മടക്കുന്നതല്ല, അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഭവങ്ങളും ഉണ്ടോ, അത് അല്ലാഹുവിനോട് പറയാൻ പറ്റിയ സമയമാണ് റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, യൗമുൽ ജുമുഅ എന്ന് പറയുന്നത് ദിവസങ്ങളുടെ നേതാവാണ്. ജുമാ ദിവസം എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ വസ്ഔ ഇലാ ദിക്രില്ലാഹി ബദറുൽ ബൈ. കച്ചവടങ്ങളും മറ്റുള്ളതായ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് നിങ്ങൾ കടന്നു പോകൂ. ഇത് ജുമാ ദിവസമാണ്. യൗമുൽ ജുമാ മുബാറക, ബറക്കത്താക്കപ്പെട്ടതായ ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ കച്ചവടങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് ജീവിച്ചു പോകരുത്. അങ്ങനെ നിങ്ങൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ ആ കച്ചവടത്തിൽ പോലും നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകില്ല എന്ന് ഞാനല്ല പറയുന്നത്, ഇത് വിശുദ്ധമായ ഖുർആൻ നിങ്ങളോട് പറയുകയാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ വസ്ഔ ഇലാ ദിക്രില്ലാഹി ബദറുൽ ബൈ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളോട് പറയാ, ദാലികും ഖൈറുൽ ലക്കും. അല്ലാഹുവേ, ജുമയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ, ജുമാ ദിവസമായ ജുമയുടേതായ സമയമായാൽ, അല്ലാഹുവേ, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് കടന്നു പോവുക, ഇബാദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കടന്നു പോകണേ. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമെന്ന് ഖുർആൻ. ദാലികും ഖൈറുൽ ലക്കും,
അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഖൈർ അതാണ്. അപ്പോ ഇത് കേൾക്കാതെ കണ്ട് സമയമായിട്ടും കടയെന്ന് ഷട്ടറിടാതെ ഇറങ്ങാതെ പള്ളിയിൽ പോകാതെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാതെ സ്വലാത്ത് ചൊല്ലാതെ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഖൈറിന് നേരെ വിപരീതമാണ്. ഖൈർ മുഴുവത്തിലും നഷ്ടപ്പെട്ടു പോകും. ഖൈർ എല്ലാത്തിലും നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് ഖൈർ അതാണ്, അങ്ങോട്ട് പോകൂ എന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷേ അത് കേൾക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഇവിടുന്ന് കച്ചവടം ചെയ്യുക, നമ്മൾ ഇവിടുന്ന് സൊള പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴും ചായക്കടയുടെ തിണ്ണയിൽ വന്നിരുന്നു കൊണ്ട് ചായയും കുടിച്ച് കടിയും കടിച്ച് നമ്മൾ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും ഫിത്നയും വസാദും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എങ്ങനെയാ രോഗം വരാതിരിക്കുന്നത്? എങ്ങനെയാ ദാരിദ്ര്യം വരാതിരിക്കുന്നത്? എങ്ങനെയാ നിങ്ങളുടെ മക്കളെ പിഴച്ചു പോകാതിരിക്കുന്നത്? എങ്ങനെയാ കുടുംബത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടാതിരിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ വാക്ക് നിങ്ങൾ കേട്ടോ. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. നിങ്ങൾക്ക് ഖൈറാണെന്ന് പറഞ്ഞിരിക്കുന്നിടത്തേക്ക് നിങ്ങൾ കടന്നു പോകുക, നിങ്ങൾക്ക് ഖൈറുണ്ടാകുന്നതാ. 10 രൂപയുടെ കച്ചവടം ആ സമയത്ത് നടന്നില്ലെങ്കിലും അള്ളാന്റെ പള്ളിയിൽ പോയിരുന്നു കൊടുക്ക്. അള്ളാഹു നിനക്ക് 10,000 ഖൈറായി നിലയിൽ തരുന്നതാണ്. അല്ലാതെ കണ്ട 1000 രൂപയുടെ കച്ചവടം ആ സമയം കൊണ്ട് ചെയ്തെന്ന് പറഞ്ഞാലും ശരി, അടുത്ത നിമിഷം 1000ന് 1,00,000 രൂപ നീ എവിടെ ചെലവഴിക്കുകയാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖൈറുള്ളിടത്തിലേക്ക് കടന്നു ചെല്ലാ പറയുമ്പോ അത് അവഗണിച്ചുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാ അള്ളാഹു നമ്മുടെ ഖൈർ മുഴുവനും നഷ്ടപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ജുമാ ദിവസത്തെ നിങ്ങൾ പേടിക്കണേ, ജുമാ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ. നിങ്ങൾ ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോ, ദിക്റിൽ നിന്ന് മാറി നിൽക്കുമ്പോ, സാലിഹായ അമലുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോ, ആ ജുമാ ദിവസത്തെ നിങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതെ മാറി നിൽക്കുമ്പോ, അല്ലാഹുവേ, പലരും പള്ളിയിൽ വരുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ജുമഅയ്ക്ക് വേണ്ടി വരുന്നത് അല്ലാഹുവേ ഖുത്ബയുടെ അവസാന നിമിഷത്തിലാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നതാ ഖതീബ് അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോഴാ പലരും ഓടി വന്ന് കുളിക്കുന്നത്. ആ ഖുത്ബ തീരാറായി, ഇനി കുളിച്ചിട്ട് പോകാം, അന്തരം കുളിച്ചിട്ട് പോകും. എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇമാമ കൈ കെട്ടുമ്പോഴത്തേക്കിന് ഒളുവിൽ കിടന്ന് മറിയ, ഹൗലിൽ കിടന്ന് ഭയങ്കര മറിച്ചില. സുബ്ഹാനല്ലാഹ്, ഒളുവൊക്കെ ശരിയാവുന്ന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് മാത്രം അറിയാം. ഹൗലിൽ കിടന്ന് മറിയ, എന്നിട്ട് കുത്തി പറഞ്ഞിട്ട് വന്ന് നിൽക്കും. എങ്ങനെ ഇബാദത്ത് സഹിയാകാനാണ്? ആ ജുമായെ നിങ്ങൾ കളിയാക്കുകയല്ലേ? ജുമാ ദിവസത്തെ നിങ്ങൾ കളിയാക്കുകയല്ലേ? അങ്ങനെ കളിയാക്കിയാൽ അവിടെ സംഭവിക്കുന്ന നിങ്ങളുടെ ഖൈർ മുഴുവനും അല്ലാഹു എടുത്തു കളയുന്നതാണ്. ബറക്കത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് ജുമാ ദിവസത്തെ നിങ്ങൾ ബഹുമാനിക്കുക. വിശുദ്ധമായ റജബിന്റേതായ ആദ്യത്തെ ജുമയാണ്. ഈ ജുമാ ദിവസത്തിൽ നിങ്ങൾക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, വല്ലാതെ അല്ലാഹുമായി എടുക്കേണ്ടതായ മാസങ്ങളാണല്ലോ വന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. റജബും ശഅബാനും റമളാനും എന്ന് പറയുന്ന 3 മാസങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സമയം പോലും നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. കാരണം എന്തെന്നറിയോ? ഈ അല്ലാഹുവേ, എത്ര റജബുകളും ശഅബാനുകളും റമളാനുകളും കടന്നു വന്നതാ. അതേപോലെ ഈ റജബിനെയും ശഅബാനിനെയും റമളാനിനെയും നിങ്ങളെ കാണരുത്. കാരണം എന്തെന്നറിയോ? കഴിഞ്ഞ റജബിലും ശഅബാനിലും റമളാനിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആൾക്കാരും ഈ റജബിലില്ലല്ലോ അല്ലാ, ഈ ശഅബാനിലും റമളാനിലും ഇല്ലല്ലോ അല്ലാ. അവരെല്ലാം ഖബറിലാണ്. ഒരിക്കലും അവർ ചിന്തിച്ച് കാണത്തില്ലല്ലോ.
ഒരിക്കലും അവര് ചിന്തിച്ചിട്ടില്ല. എന്ത്? ഞാൻ ഖബറിൽ പോകുമെന്ന്, ഞാൻ മരിക്കുമെന്ന് നമ്മളെ പോലെ അവരും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴേ മരിക്കില്ല, ഞാൻ ഇപ്പോഴേ മരിക്കില്ല, എനിക്കിപ്പോഴേ ഖബറിൽ പോകേണ്ടതില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നവരാണ്. പക്ഷേ അവർക്ക് ഈ റജബിൽ കൂടാനുള്ള ഭാഗ്യമില്ലല്ലോ. കഴിഞ്ഞ റജബിൽ വിചാരിച്ചു അടുത്ത റജബ് വരട്ടെ, കഴിഞ്ഞ ശഅബാനിൽ വിചാരിച്ചു അടുത്ത ശഅബാൻ വരട്ടെ, കഴിഞ്ഞ റമളാനിൽ വിചാരിച്ചു അടുത്ത റമളാൻ വരട്ടെ, അന്നേരം നന്നാകാം, അന്നേരം നന്നാകാം. ഇപ്പൊ എന്തായി? ഖബറിലാണ്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമുക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ. ഒരു റമദാനും കൂടി കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത്, ഒരു റജബും കൂടി കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമാ. അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമാ. അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടവുമാണ്, ഏറ്റവും വലിയ പരാജയമാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവനാ അല്ലാഹുവേ. എണ്ണി പറയാ നിന്റെ അടുക്കൽ പറയാ പോലും എനിക്ക് മടിയാ. അത്രയും വലിയ തെറ്റുകളതായ കുമാരവുമായി നടക്കുന്നവനാ ഞാന്. അല്ലാഹുവേ, നിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയാൻ എനിക്ക് മടിയാണല്ലാ എന്ന് പറയുന്നവര് പോലും എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റജബിന്റെ മാസത്തിൽ വന്നുകൊണ്ട് നിന്റെ ഏത് തെറ്റുകളാകട്ടെ, നിന്റെ ഏത് പാപങ്ങളാകട്ടെ, അത് മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിലേക്ക് അഴിച്ചു വെക്കടാ. എന്നിട്ട് അല്ലാഹുവിനോടൊന്ന് നീ പറഞ്ഞാ അല്ലാഹു സ്വീകരിക്കുന്നതാണ്, അല്ലാഹു സ്വീകരിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജുമാ ദിവസത്തിലെ സുബഹി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമുണ്ടല്ലോ, ജുമാ ദിവസമല്ല, വ്യാഴാഴ്ച മഗ്രിബിന് ശേഷമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രി, അതായത് വെള്ളിയാഴ്ച രാത്രി. വ്യാഴാഴ്ച അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച രാത്രിയാണല്ലോ. നമ്മളെല്ലാരും കണക്ക് കൂട്ടുന്നത് വെള്ളിയാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രിയാണ് നമ്മൾ വെള്ളിയാഴ്ച രാത്രി എന്ന് പറയുന്നത്. അല്ല, വ്യാഴാഴ്ച അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച രാത്രിയാണ്. ആ വെള്ളിയാഴ്ച രാത്രിക്കാണ് പ്രത്യേകതയുള്ളത്. ആ വെള്ളിയാഴ്ച രാത്രിയിൽ നീ കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് കിടന്നു ചെല്ലുമ്പോൾ ഈ ദുആ ചെയ്തോ. ഏത് ദുആയാണെന്നറിയോ? സ്ക്രീനിൽ കാണുന്നുണ്ട്. ഈ ദുആ നീ ചൊല്ലുക. ഏതാണ്? അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അദീം റബ്ബുനാ വറബ്ബു കുല്ലി ശൈഇൻ ഫാലിഖുൽ ഹബ്ബി വന്നവാ മുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ أعوذ بك من شر كل شيء أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عنا الدين اقض عنا الدين واغننا من الفقر. ഈ ദുആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരിപ്പിലേക്ക് പോകുമ്പോ, കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോ ചൊല്ലുന്ന ദുആയാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കാൻ വേണ്ടി പോകുമ്പോ ചൊല്ലും. പ്രത്യേകിച്ച് റജബിന്റെ രാത്രിയിൽ, റജബിന്റെ വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ ഈ ദുആ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത വല്ലാത്ത ഇജാബത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുണ്ടാകുന്നതാണ്. നല്ല മറുപടി ഉണ്ടാകും. അല്ലാഹു നിന്റെ കടങ്ങൾ മാറ്റും, നിന്റെ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുകൾ മാറ്റും, നിന്റെ ഇടങ്ങേറുകൾ മാറ്റും, നിന്റെ ആപത്ത് മുസീബത്തുകൾ തട്ടിമാറ്റും. രോഗങ്ങളാണെങ്കിൽ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ ആ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുന്നതാണ്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അദീം. ആകാശഭൂമികളുടെ റബ്ബേ, റബ്ബുൽ അർശിൽ അദീം, മഹത്തമായ അർശിന്റെ റബ്ബേ. റബ്ബനാ വറബ്ബ കുല്ലി ശൈ, ഞങ്ങളുടെ റബ്ബേ, എല്ലാ വസ്തുക്കളുടെയും റബ്ബേ. ഫാലിഖുൽ ഹബ്ബ് ഫാലിഖുൽ ഹബ്ബി വന്നവാ, അല്ലാഹുവേ ധാന്യങ്ങളെ മുളപ്പിക്കുന്ന അല്ലാഹ്, ധാന്യങ്ങളെയും മുളകളെയും മുളപ്പിക്കുന്ന അല്ലാഹ്. മുൻസിലത്ത് തൗറാത്തി വൽ ഇൻജീൽ വൽ ഫുർഖാൻ, തൗറാത്തിനെയും ഇൻജീലിനെയും ഫുർഖാനിനെയും ഇറക്കിയ അല്ലാഹ്. അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. മിൻ ശർരി കുല്ലി ഷൈഇൻ, മിൻ ശർരി കുല്ലി ഷൈഇൻ, എല്ലാ ബുദ്ധിമുട്ടാക്കുന്ന വസ്തുക്കളിൽ നിന്നും. മിൻ ശർരി കുല്ലി ഷൈഇൻ, അല്ലാഹുവേ എന്തൊക്കെയാണോ, ഏതൊക്കെ വസ്തുക്കളുണ്ടോ ഷർറാക്കുന്നത്, ഞങ്ങളെ ഇടങ്ങേറാക്കുന്നത്, ഞങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള എല്ലാത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. അന്ത ആഖിദും ബിനാസിയതിഹി, അന്ത ആഖിദും ബിനാസിയതിഹി, അല്ലാഹുവേ നീയോ നീയാകുന്നത് ആഖിദും ബിനാസിയതിഹി, ആ ശർറുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളുടെയും നൃഗം തലയിൽ പിടിക്കുന്നവനാ. എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഈ ലോകത്ത് ശർറുകൾ ഉണ്ടാക്കുന്നുണ്ടോ, നാശങ്ങൾ വിതയ്ക്കുന്നുണ്ടോ, അതിന്റെ എല്ലാം ഉച്ചിയിൽ പിടിച്ച് വലിച്ചെറിയുന്നവനാ നീ. നിനക്കതിനുള്ള കഴിവുണ്ട് റബ്ബേ. കാരണം നീ അല്ലാഹല്ലേ, നീ റബ്ബല്ലേ, അതുകൊണ്ട് നിനക്കതിനുള്ള കഴിവുണ്ട്. അതിന്റെ ഉച്ചിയിൽ പിടിച്ചുകൊണ്ട്, നൃഗന്തലയിൽ പിടിച്ച്, നാസിയത്തിൽ പിടിച്ചുകൊണ്ട് പിടിക്കുന്നവനാ. അതുകൊണ്ട് ശർറാക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നോ അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. അന്തൽ അവ്വലു ഫലൈസ ഖബലക ശൈഉൻ വഅന്തൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ വഅന്തൽ ലാഹിറു ഫലൈസ ഫൗകക ശൈഉൻ വഅന്തൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ. അല്ലാഹ് നീ ആദ്യമാണ്, നിനക്ക് മുമ്പൊന്നുമില്ല. നീ ആഖിറാണ്, നിനക്ക് ശേഷമൊന്നുമില്ല. അല്ലാഹുവേ നിന്റെ മുകളിൽ ഒന്നുമേ ഇല്ല റബ്ബേ, നിന്റെ മുകളിൽ ഒന്നുമില്ല, നിനക്ക് തുല്യമായതൊന്നുമില്ല. അല്ലാഹുമ്മ ഖളീ അന്നദ്ദീൻ, അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാഹ്, ഞങ്ങളുടെ ബാധ്യതകളെല്ലാം നീ വീട്ടണേ അല്ലാഹ്, ഞങ്ങളുടെ ബാധ്യതകളെല്ലാം നീ വീട്ടണേ അല്ലാഹ്. വഅഖിനാ മിനൽ ഫഖരി, അല്ലാഹ് ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ നീ ഐശ്വര്യത്തിലേക്ക് ക്ഷണിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഐശ്വര്യത്തിലാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്, നസീബ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഈ വരുന്ന റജബിന്റെ വെള്ളിയാഴ്ച രാത്രിയിൽ മഗ്രിബ് വഴി വ്യാഴാഴ്ച മഗ്രിബ് അസ്തമിച്ചിട്ട് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിയില് പാതിരാത്രിയിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ഈ ദുആ ചെയ്തുകൊണ്ട് കരയാൻ കഴിയുമോ? നിങ്ങൾ രക്ഷപ്പെട്ടുപോയി ഉമ്മ, നിങ്ങൾ രക്ഷപ്പെട്ടുപോയി ചെറുപ്പക്കാരാ. ഈ ഒരു സമയം ഇനി കിട്ടണമെന്നില്ല, ഈ സമയം ഇനി കിട്ടണമെന്നില്ല. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഈ സമയം ഇനിയും വരുമല്ലോ, ഇനിയും വരുമല്ലോ എന്ന് പറഞ്ഞവര്, ഇനിയും റജബ് വരുമല്ലോ, ഇനിയും റജബിന്റെ മാസങ്ങൾ വരുമല്ലോ, റജബും ശഅബാനും എല്ലാം ഇനി വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം ഇന്ന് ഖബറിലാ. അവര് ഖബറിൽ കടന്നുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ടാകും, അവര് ഖബറിൽ കടന്നുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ടാകും. അല്ലാഹുവേ
ഞങ്ങളെന്ത് ഭാഗ്യമില്ലാത്തവരാണ് അല്ലാ, ഞങ്ങളെന്ത് ഭാഗ്യമില്ലാത്തവരാണ് അല്ലാ. ഞങ്ങൾ ഖബറിലായല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ റജബ് നല്ല രീതിയിലൊന്ന് പെരുമാറാ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ റജബ് നല്ല രീതിയിലൊന്ന് അതിന് അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാ. അതിനു മുമ്പ് ഞങ്ങൾ ഖബറിലേക്ക് വരേണ്ടി വന്നല്ലോ. ഇനി ഒരു റക്അത്ത് പോലും നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. ഒരു റക്അത്ത് പോലും നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവേ, പൊട്ടിക്കരയുകയാണ്, ഖബറിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാർക്കാ കേൾക്കാൻ കഴിയുന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറാളികളുടെ നടുവിൽ കൂടി കടന്നു വരുമ്പോ അവിടുത്തെ സഹാബത്തിനോട് ചോദിച്ചു, സഹാബത്തേ, ഈ ഖബറിൽ കിടക്കുന്നവർ കരയുന്നത് എന്താണെന്നറിയോ? അവര് വിളിച്ചു പറയുന്നത് എന്തിനാണെന്നറിയോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു അലം വറസൂലുഹു. യാ റസൂലല്ലാഹ്, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലല്ലേ ഏറ്റവും കൂടുതൽ അറിയുന്നത്, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമല്ലേ ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഈ പാവപ്പെട്ടവരാകുന്ന സഹാബത്തിന് അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബോ, അവർ ഏറ്റവും കൂടുതൽ വിളിച്ചു പറയുന്നത്, അവര് പൊട്ടിക്കരയുന്നത്, അവർക്ക് നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ ഓർത്തുകൊണ്ടാ അവര് കരയുന്നത്. അവര് വിളിച്ചു പറയുന്നത്, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ. എന്തും വേണ്ടി സമയമാ ഞങ്ങളുടെ മുന്നിൽ കിട്ടിയത്, എത്ര സമയമാ ഞങ്ങളുടെ മുന്നിൽ കിട്ടിയത്. ആ സമയം മുഴുവനും ഞങ്ങൾ ദുനിയാവിൽ, അല്ലാഹുവേ, ദുനിയാവിനെ മറന്നുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോയല്ലോ. ദുനിയാവിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി ദുനിയാവിൽ വഞ്ചിതരായി ഞങ്ങൾ ജീവിച്ചു പോയി. ആഖിറത്തിലേക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പൊട്ടിക്കരയുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറഞ്ഞതാണ്, ഖബറിൽ കിടക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഖബറിൽ കിടക്കുന്നവര് സമയത്തെ കുറിച്ച് കൊണ്ടാ പറഞ്ഞത്. അതുകൊണ്ട് ഇനി സമയമുണ്ടാകും, ഇനി സമയമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നിൽക്കണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മൾ ഇപ്പോ നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? അവിടെയാണ് നമ്മുടെ രക്ഷ, അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇത് ചൊല്ലാൻ, ദുആ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് ധാരാളമായി എടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.